അന്ന് തന്നെ അഭിമുഖങ്ങളിൽ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, "ഈ പാട്ട് എന്തുകൊണ്ടാ ഹിറ്റായതെന്ന്?" അപ്പൊ ചേച്ചി ചോദിക്കുന്നുണ്ട്, "ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇത് ഹിറ്റായത് എന്തുകൊണ്ടാണ്?" എ എന്തായിരിക്കും ചേച്ചി ഒരുപാട് തരത്തിലുള്ള നിരൂപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു എനിക്കറിയില്ല. പാട്ടാണ്. അത് ഒരു ബ്ലെസ്ഡ് സോങ് ആണത്. ഉം. അങ്ങനെ മാത്രമേ എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ പാട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാൻ പാടേണ്ടതായിരുന്നില്ല. ഉം. വേറെ ആരെയൊക്കെയോ പാടിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പൊ എന്നെ ട്രാക്ക് പാടിച്ചതാണെന്നൊക്കെ പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നോട് അന്ന് ഞാൻ ചെന്നപ്പോൾ ഇത് ട്രാക്കാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാനത് പാടി തിരിച്ച് വീട്ടിൽ പോന്നു. ഉം. പിറ്റേ ദിവസം വിളിച്ചു. പിറ്റേ ദിവസം ചെന്നിട്ട് ആ ലിറിക്സൊക്കെ നോക്കി പറഞ്ഞു, ഇത് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഉം. ലിറിക്സിൽ. അപ്പോൾ ഇന്ന് പാടേണ്ടത് ഈ ലിറിക്സാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു. അത് ഞാൻ എഴുതിയെടുത്തു. അതും ഞാൻ പാടി തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നോ ഒന്നും ഞാൻ അറിയണില്ല. ഉം. അതിനുശേഷം പിന്നെ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഒരു എന്താ പറയുക, എന്നെ ഇവിടെ വരെ എത്തിച്ച പാട്ട്. അതാണ് ആ പാട്ട്. ഞാൻ എത്രയോ വർഷങ്ങളായി പാടാതെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇപ്പോഴും എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടാണ് ആദ്യം എല്ലാവരും ഓർക്കുന്നത്. ഉം. അതിൻ്റെ ആ ഒരു നന്ദി ഞാൻ എങ്ങനെയാണ് അറിയിക്കേണ്ടത്? അത് പ്രേക്ഷകരോടാണോ, എനിക്ക് സ്നേഹം തരുന്നവരോടാണോ, എന്നെ പാടിച്ചവരോടാണോ, എൻ്റെ പാട്ട് ഓക്കെ ആക്കിയത് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, അവരോടാണോ, ഇത് ആരോടൊക്കെ ഞാൻ നന്ദി പറയണം? എനിക്കറിയില്ല. അത് അങ്ങനെ ഒരു പാട്ടാണത്. ഉം. ശരിക്കും ചേച്ചിക്ക് റഹ്മാൻ സാർ ആരാണ്? എങ്ങനെയാണ് ചേച്ചി റഹ്മാൻ സാറിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഒരു ആ കാലഘട്ടത്തിൽ ചേച്ചിയും ചെറുതാണ്, ചെറിയ പയ്യനാണ് റഹ്മാൻ സാറും. അതെ. പക്ഷേ ഇത്രയും വലിയൊരു ലെജൻഡായിട്ട് മാറുകയായിരുന്നു. ഒറ്റ പാട്ടുകൊണ്ട് തന്നെ ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി, പിന്നീട് ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറായി മാറി. ഒരുപാട് പാട്ടുകൾ ചേച്ചിയും പാടിയിട്ടുണ്ട്. ചേച്ചിയെ കൊണ്ട് പല പാട്ടുകളും പാടിക്കുന്നത് തന്നെ രസകരമായ ഒരു പ്രോസസ്സായിരുന്നു അതെ റഹ്മാൻ സാറിന്. അതെ. എന്നിട്ട് അത് എന്നെ കൊണ്ട് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സാറിൻ്റെ അടുത്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. ഉം. ആളുടെ മനസ്സ് ഒരു കുട്ടിത്തം നിറഞ്ഞ മനസ്സ് പോലെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറുടെ അടുത്താണ് നമ്മൾ ഇരിക്കണമെന്ന് തോന്നില്ല. ഉം. നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ടെൻഷൻ തരാതെ പാടിപ്പിക്കുന്ന ഒരാളാണ്. ഉം. അപ്പം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അധികം സംസാരിക്കുകയൊന്നുമില്ല. അത്യാവശ്യം എന്തെങ്കിലും കാര്യം പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ വിശേഷങ്ങൾ പറയുകയോ തമാശ പറഞ്ഞ് ചിരിക്കുകയോ, ഞാനും അങ്ങനെയൊന്നുമില്ല. ആ. എന്നോട് പറയണത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഉം. പാട്ട് പറഞ്ഞു തരും, അത് ഞാൻ പാടി പഠിക്കും, ഞാൻ പാടും. പോയിട്ട് വരാം സാർ എന്ന് പറയും, പോരും. ഇത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം സംസാരമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉം. പക്ഷെ അമ്മ അങ്ങനെയല്ല. ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സ്നേഹമാണ്. ഉം. കാപ്പിയൊക്കെ തരും, എന്തെങ്കിലും ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ. പിന്നെ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ വരും. അപ്പം അങ്ങനെയൊക്കെ എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. എല്ലാവരോടും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഉം. ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഏത് പാട്ട് ഞാൻ പാടാൻ ചെല്ലുമ്പോഴും അമ്മ അവിടെ ഉണ്ടാവും. അമ്മ അത്രയും എന്നോട് ഭയങ്കര കൈൻഡായിരുന്നു അമ്മ. ചേച്ചി ഈ ചിന്ന ചിന്ന ആശയിൽ ഫീൽ ഇല്ലെങ്കിലും ഇപ്പൊ പാക്കാതെ പാക്കാതെ പാടുന്ന സമയത്ത് അത് വേറൊരു സാധനമാണ്. പഞ്ചാംഗത്തെ പാക്കാതെ എന്ന് പറയുന്നത്. പാക്കാതെ പാക്കാതെ അത് എങ്ങനെയാണെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ചേച്ചി. അത് ഭയങ്കര ഫീൽ ഉള്ളൊരു സാധനമാണ്. പഞ്ചാംഗത്തെ പാക്കാതെ ധാവണിയെ തള്ളാതെ തള്ളാതെ. തള്ളാതെ എന്ന് അതിനകത്തൊരു അർത്ഥവും കൂടെ ഉണ്ട്. ആ കാലഘട്ടത്തെ ആ പ്രായത്തെ എന്താ പറയാ, അതിന്റെ ഒരു അർത്ഥം അറിയാണ്ടാണ് ഞാൻ പാടി. ഒരു വാക്കിന്റെ പോലും അർത്ഥം അറിയില്ല ശരിക്കും. ചിന്ന ചിന്ന ആശ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വൈരമുത്ത് സാർ അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് സാർ ഉണ്ടായത്. ആദ്യത്തെ ദിവസം സാർ ഉണ്ടായിരുന്നില്ല. റഹ്മാൻ സാറും അർജുന മാഷേ ഉണ്ടായിരുന്നുള്ളൂ. ഓ. അമ്മയും. ആ. ഈ തെലുങ്ക് ഹിന്ദിയൊക്കെ പിന്നീടാണ്. തമിഴ് ഇറങ്ങിയതിന് ശേഷമാണ് തെലുങ്ക് പാടിയത്. ഹിന്ദി അതിനൊക്കെ ഒരുപാട്, എനിക്ക് ശരിക്കും ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എത്ര നാള് ഗ്യാപ്പ് ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ബുക്ക് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് ബുക്ക് നോക്കി കറക്റ്റ് ചെയ്യാം. ബുക്ക് നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചേച്ചിയുടെ ബുക്ക് ഞാൻ കണ്ടായിരുന്നു. ചിന്ന ചിന്ന ആശയൊക്കെ എഴുതി വെച്ചേക്കുന്ന ചേച്ചി എഴുതി പഠിച്ച ബുക്കുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെ ഓർക്കാൻ കഴിയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ചേച്ചി ശരിക്കും ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും
പ്രധാനപ്പെട്ട പാട്ട് ചിന്ന ചിന്ന ആശയാവുമ്പോഴും അതിനുശേഷമാണ് ശരിക്കും പാട്ടുകൾ കുറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഹിറ്റായതാണ് ശരിക്കും വിനയായത്. അങ്ങനെ മനസ്സിലാക്കിക്കൂടെ? ഒരർത്ഥത്തിൽ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അത്രയും വലിയൊരു ഹിറ്റ് ഹിറ്റായത് പാട്ട്. പലർക്കും വിനയായി എന്നുകൂടി ചേർക്കാം. അതെ അതെ അതെ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. ഉം. ഇത് പാട്ട് കുറയുന്നല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആ സമയത്ത് സ്റ്റേജ് ഷോസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഉം. അപ്പം അങ്ങനെ ഒരു തിരക്കിലായിരുന്നു. അപ്പം നമുക്കിത് ചിന്തിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. എനിക്ക് റെക്കോർഡിങ്സ് ഇല്ല, വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടേ ഇല്ല. ഉം. അപ്പം അതുകൊണ്ട് ഈ തിരക്ക് കുറവ് ഞാനത് ശ്രദ്ധിച്ചിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഉം. കാരണം അതുപോലെ തിരക്കായിരുന്നു ഗാനമേളകളും ഫോറിൻ ടൂറും അങ്ങനെ. ഉം. അപ്പോൾ ആ തിരക്കിൽ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറയണമെന്ന് നമ്മൾ നാച്ചുറലി ശ്രദ്ധിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ എന്നെ പോലെ ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ എന്നോട് എവിടെ പാടാൻ പറയും അവിടെ പാടും. ഇന്ന് പാടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടില്ല. അതാണ് ഞാൻ. അല്ലാതെ ഇന്ന ദിവസം എനിക്ക് ഇത്ര പാട്ട് പാടണം, ഇത്രയും ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പാട്ടുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെയൊന്നും ആഗ്രഹിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് വരുന്ന പാട്ടുകൾ ഞാൻ പാടും, അത്രേ ഉള്ളൂ. അത് ബിസി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, പാട്ടുകൾ കുറഞ്ഞ സമയത്തും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് പാട്ട് കുറയുന്നു എന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ. രജനീഷ് പറഞ്ഞില്ലേ, ഇതൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ താലാട്ടിൻ്റെ റെക്കോർഡിങ് സമയത്താണ് ചേച്ചിക്ക് ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായം രാജാ സാറ് പറയുന്നത്. അത് ഒരു കരിയർ ബ്രേക്കാണ്. അവിടെ മുതലാണ് ചേച്ചിക്ക് പാടാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ശരിക്കും ചേച്ചി അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ മെൻ്റൽ ട്രോമ ചേച്ചിയെക്കുറിച്ച് കൃഷ്ണചന്ദ്രൻ സാറൊക്കെ അന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, ഒരിക്കലും പേടി കൊണ്ട് വോയിസ് നഷ്ടപ്പെടില്ല, പക്ഷെ ആ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. ആ ഒരു മെൻ്റൽ ട്രോമയായിരിക്കോ അത് ചേച്ചിക്ക് പാടാൻ കഴിയാതെ പോയത്? ചേച്ചി എന്താണ് അതിനകത്ത്, ഇല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ നിന്നവർക്കോ ഇതിനെ സയൻറ്റിഫിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ അന്നിത് അങ്ങനെ ആയിരുന്നില്ല ചേച്ചി അപ്രോച്ച് ചെയ്തത്. ഇപ്പം റഹ്മാൻ സാറിൻ്റെ അമ്മ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ദർഗകളിൽ കൊണ്ടുപോവുക, അങ്ങനെ പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിയുമായിരുന്നു. ശരിക്കും ഇന്ന് വിലയിരുത്തുമ്പോൾ ചേച്ചി എന്താണ് അതിന് ഒബ്സർവേഷൻ? അന്ന് സത്യത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്. കാര്യം എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കണത്. 21, 22, 23 വയസ്സ് ഉള്ള സമയം എന്ന് ചിന്തിക്കാം. 23 വയസ്സിനുള്ളിലാണ് ഇത്രയും പാട്ടുകൾ ഞാൻ പാടിയതും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതും. ആ സമയത്ത് ഇന്നത്തെ ഒരു LKGയിൽ പഠിക്കുന്ന കുട്ടിയുടെ ചിന്തകളും അഭിപ്രായങ്ങളും പോലും ഇല്ലാത്ത ആയിരുന്നു ഞാൻ. കാരണം പാട്ടല്ലാണ്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, ഒന്നും അറിയില്ല. സ്റ്റുഡിയോ എന്ന് വന്നാൽ വീട്ടിൽ നിന്ന് പോയാൽ സ്റ്റുഡിയോ, അത് കഴിഞ്ഞ് ഏതെങ്കിലും സ്റ്റേജ്, നേരെ വണ്ടിയിൽ കയറും, ഉറങ്ങും, അപ്പച്ചൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങും. എനിക്ക് വേറെ ഒരു മീഡിയ ആയിട്ട് ഒരു ബന്ധവുമില്ല, ആരെക്കുറിച്ചും എനിക്കറിയില്ല. എൻ്റെ നേരെ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ മാത്രം എനിക്കറിയാം. ഒരു സിനിമ മാഗസിൻ വായിക്കില്ല, വീക്കിലി വായിക്കില്ല, സിനിമകൾ കാണില്ല. അപ്പൊ എനിക്ക് എന്തറിവുണ്ട്? എന്തിനെ കുറിച്ചും ഒരറിവില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്.